ജി സുധാകരനെതിരെ പരസ്യ പ്രതിഷേധവുമായി CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇന്നലെ നീർക്കുന്നം സ്കൂളിൽ വെച്ച് MLAയും CPM പഞ്ചായത്ത് അംഗവും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി എത്തുന്നത്. രഘു, CPM ജി സുധാകരൻ ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം തിരികെ വരിക ആലപ്പുഴയിൽ ജി സുധാകരന്റെ മുന്നേറ്റത്തെ തടുക്കുക എന്നതൊക്കെ CPM സംബന്ധിച്ച് സാധാരണ സംഘടനാപരമായ ആവശ്യമാണ്, അനിവാര്യതയുമാണ്. എങ്ങനെയാണ് ജി സുധാകരനെതിരായ നീക്കവും തിരികെ വരാനുള്ള CPMന്റെ ശ്രമങ്ങൾ? കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ നീർക്കുന്നം സ്കൂളിൽ ജി സുധാകരനും അവിടുത്തെ പ്രാദേശിക CPM നേതാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ജി സുധാകരൻ അവിടുത്തെ നീർക്കുന്നം സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതി അന്വേഷിക്കാൻ വേണ്ടി എത്തിയതാണ്. അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിയുടെ സ്കൂളിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവനൊരു ഫോൺ വന്നത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കിട്ടിയതിന് പിന്നാലെ പഞ്ചായത്തിലുണ്ടായിരുന്ന CPM അംഗങ്ങളും സ്കൂളിലെത്തുകയും അതിനെ തുടർന്നുണ്ടായ വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് CPM ജി സുധാകരനെതിരെ പരസ്യ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ജി സുധാകരന്റെ അമ്പലപ്പുഴയിലെ MLA ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ജി സുധാകരൻ CPMൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ അന്ന് ജി സുധാകരന്റെ വീട്ടിലേക്ക് CPM മാർച്ച് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ അങ്ങനെ അത്ര വലിയ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണെങ്കിലും കൊണ്ടും കൊടുത്തും പ്രസ്താവനകളൊക്കെ ആയിട്ട് അങ്ങനെ ആ വഴക്ക് അങ്ങനെ നീണ്ടുപോകുന്നൊരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ജി സുധാകരൻ MV ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. MV ഗോവിന്ദൻ പാർട്ടിയെ നശിപ്പിക്കുകയാണെന്നും അദ്ദേഹം രാജിവെച്ച് പോകുന്നതാണ് CPMന് നല്ലത് എന്നുള്ള രീതിയിൽ പ്രസ്താവന നടത്തിയിരുന്നതിന് പിന്നാലെ CPM ജില്ലാ കമ്മിറ്റി ജി സുധാകരനെതിരെ അതേ ഭാഷയിൽ പത്രക്കുറിപ്പും ഇറക്കിയിരുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ജി സുധാകരനും CPMും തമ്മിൽ നേർക്കുനേർ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ പറയുമെന്നും അതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്.